ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലെ 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വാപ്പായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ, അതിൻ്റെ പിറ്റേന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. പിന്നെ ഞാനത് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നിനും നിന്നില്ല, ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. മടി വരുന്നതൊക്കെ കൊണ്ടാട്ടോ, ഒന്നാമത് റമദാനൊക്കെയാണ്, അതൊക്കെ കൊണ്ടാണ് മടി വരുന്നത്. വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതേ രാവിലെ കുറേ മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് കുറച്ച് മാത്രമാണ്, അതിൻ്റെ ഒരു 4/1 ഭാഗം മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ. കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വേറെ കൊടുത്തു. കുറച്ച് പാത്തുവിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പാത്തുവിനും പാത്തുവിൻ്റെ സ്കൂളിലേക്ക് കുറച്ച് ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മളെ സ്കൂൾ അടയ്ക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നിങ്ങനെ കുറച്ച് അവർക്കും കൂടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പാത്തുവിന് വെച്ച് കൊടുക്കാറില്ല കേട്ടോ, ഇവിടെ ആരും വെക്കാറുമില്ല. പാത്തുവിന് ഞാൻ അങ്ങനെ മുല്ലപ്പൂവൊന്നും വെച്ച് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. വെച്ച് കൊടുത്താലും സാധനത്തിൻ്റെ തലയിൽ ഇരിക്കത്തൊന്നുമില്ല കേട്ടോ, അതെല്ലാം അങ്ങനെ ഞെരടി എടുത്ത് കളയും. അപ്പോൾ അതിൽ നിന്ന് നല്ലത് വെച്ച് കൊടുക്കാതിരിക്കുന്നതല്ലേ. അങ്ങനെ മുല്ലപ്പൂവൊക്കെ പറിച്ചു അനിയത്തിയോടെ കെട്ടിയൊക്കെ വെച്ചിട്ട് കാണാൻ രസമാണല്ലേ, നമുക്കിങ്ങനെ കെട്ടിയൊക്കെ എടുക്കാനും കാണാൻ രസമാണ്, നല്ല മണമാണ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെടിയിൽ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഓരോ വീടുകളുടെ മുമ്പിലൊക്കെ പണ്ടൊക്കെ അന്നൊന്നും നമ്മുടെ വീട്ടിൽ മുല്ലയില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീടുകളുടെ മുമ്പിൽ കാണുമ്പോഴത്തേക്കും ഒരു കൗതുകമാണ്. ഒരു മുട്ടെങ്കിലും നമ്മൾ വെക്കാറില്ലെങ്കിൽ ഒരു മുട്ടെങ്കിലും നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്ന ഒരു സമയം. ഇപ്പോൾ പിന്നെ അങ്ങനെ ചുമ്മാ ആ നിലത്ത് വീണ് പോകുന്നതും ഒക്കെ ഉള്ളു കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ പറിച്ചു കൊണ്ടുപോകും, അല്ലാണ്ട് നമ്മളാരും എടുക്കാറൊന്നുമില്ല. അപ്പോൾ എൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി, ആ സമയം തൊട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. കുറേ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്രശ്നം, നമ്മൾ 2-3 ദിവസം മുന്നേയൊക്കെ നമ്മൾ വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാനായിട്ട് വിട്ടുപോകും കേട്ടോ. എന്തായാലും പറയാവേ, ഞാനാണെങ്കിലേ രാവിലെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചേ. 2 ദിവസം മുന്നേ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കിണറിൽ കുറച്ച് വെള്ളമുണ്ട്. നമുക്ക് ഈ മഴവെള്ള സംഭരണിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മഴവെള്ളം നമുക്ക് വീടിന് മുകളിൽ വീഴുന്നതെല്ലാം നമുക്ക് കിണറിലേക്ക് പോകും. അപ്പോൾ നമ്മളെ കിണറിലെ ഊറ്റുണ്ടല്ലോ, അതങ്ങനെ നിന്ന് പോയിട്ടില്ല, ഒരണക്കിനും അങ്ങനെ നിന്ന് പോകാറില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ എത്ര കടുത്ത ഉണക്കാണെങ്കിലും ചെറുതായിട്ട് വെള്ളം ഊറിക്കിടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മഴവെള്ളം ചെല്ലുമ്പോഴത്തേക്കും അത് മണ്ണിലോട്ട് വറ്റി പോകത്തൊന്നുമില്ല, അവിടെ കിടക്കും. നമ്മൾ അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, മോട്ടറിലടിക്കുമ്പോൾ നിറഞ്ഞില്ലേലും കുറച്ച് അത്യാവശ്യം കുറച്ച് മോട്ടറിൽ കയറും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും. കുടിക്കാനും കൊള്ളാം കേട്ടോ, കാരണം കിണറിലെ വെള്ളം നല്ല തെളിഞ്ഞ് കിടക്കുന്ന വെള്ളമാണ്, കലങ്ങത്തില്ല, കലങ്ങിക്കിടക്കുമല്ല. നമ്മൾ കോരുവാണെങ്കിൽ കലങ്ങും, പക്ഷേ മോട്ടറിലടിക്കുകയാണെങ്കിൽ കലങ്ങത്തില്ല കേട്ടോ. കുറച്ചേ അടിക്കാൻ പറ്റത്തുള്ളൂ, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് മഴവെള്ളം, അങ്ങനെ മഴ പെയ്ത് കുറച്ച് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മോട്ടറിലടിച്ചത്. പൈപ്പ് ഞാൻ ഇടയ്ക്ക് തുറന്നപ്പോഴത്തേക്കും നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി എല്ലാം കൂടെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ അവിയൽ വെക്കുമ്പോൾ സവോളയൊക്കെ അരിഞ്ഞിടുമായിരുന്നേ. അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളാരും സവോള ഇടാറില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ സവോള ഇടാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമൻ്റ് കണ്ടതിന് ശേഷം ഞാൻ സവോള ഇടാറില്ല. ഇവിടെ സവാള ഇട്ടിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത്, സവാള ഇട്ടിട്ടാണ് ഞങ്ങൾ അവിയൽ വെക്കാറ് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യമല്ല, ഇപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് സവോള ഇടാറില്ല. പിന്നെ വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്തോ പറയാനല്ലയോ. ലാസ്റ്റ് കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കുവേ വറ്റി വന്നപ്പോഴത്തേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അവിയലിന് പ്രത്യേകിച്ച് തൈരൊക്കെ, സദ്യ സ്പെഷ്യലായിട്ട് അവിയലൊക്കെ ഉണ്ടാക്കുമ്പം തൈര് ചേർത്തിട്ടാണ് അവിയൽ ഉണ്ടാക്കാറ്. ഞാൻ പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുളിയില്ലാത്തതാണ്, ഒരുപാട് പുളിയുള്ള തൈരല്ല, എന്നാലും കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിയലൊക്കെ അവിടെ സെറ്റാക്കി മാറ്റി കേട്ടോ. മീൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് അന്ന് ചാളയായിരുന്നു കേട്ടോ, ചെറിയ ചാളയായിരുന്നു. പീരയൊക്കെ വറ്റിക്കാൻ പറ്റിയ നല്ല അസൽ ചാളയായിരുന്നു. പക്ഷേ അന്ന് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഉമ്മച്ചിയാണെങ്കിൽ കറിക്ക് വേണ്ടി അങ്ങ് അരച്ച് വെച്ച് കഴിഞ്ഞു. ഞാൻ പീര വറ്റിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടന്നില്ല. കറിക്ക് വേണ്ടി എല്ലാം സെറ്റാക്കി ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് വെട്ടി കഴുകി, തലേന്ന് മേടിച്ചിട്ടുള്ള ചൂരയിലൊരു ചെറിയൊരു ചൂരയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെയൊക്കെ വെട്ടി കഴുകി എടുത്ത് കറി വെക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തി ഇങ്ങനെ ഭൂരി പരുവത്തിന് ഞാനിങ്ങനെ പൊരിച്ചെടുത്ത്. അത് പാത്തുവിന് ഇങ്ങനെ എക്സാം 12 മണി വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൊണ്ടുവന്നപ്പോഴത്തേക്കും ദോശയായിരുന്നു കേട്ടോ, ഒന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ആളിന് ദോശ വേണ്ട, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി ഇരിക്കുന്നത് കൊണ്ട് ഭൂരി ആക്കി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന്
ടാസ്ക്കാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഞാൻ മീൻകറിയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. മീൻകറിയുടെ അരപ്പിലേക്ക് മാങ്ങയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അരപ്പൊക്കെ കൂട്ടി റെഡിയാക്കി ഞാൻ വെച്ചിരിക്കുകയായിരുന്നേ. വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ കമൻറ്റ് എന്താണെന്നുള്ളതും കൂടെ അറിയിക്കണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചപ്പാത്തി വെച്ച് ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുഞ്ഞ് ചാളയായിരുന്നു കേട്ടോ. നമുക്ക് ഈ പീര പറ്റിക്കാൻ കൊള്ളാം, നല്ല സൂപ്പർ ചാള. ആ പീര പറ്റിച്ചെടുക്കാൻ പക്ഷെ ഉമ്മച്ചി എന്നെ ചതിച്ചു. ഉമ്മച്ചി മീൻകറിയിൽ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ആ ഒരു മോഹം ഞാനവിടെ കളഞ്ഞു. പിന്നെ ഈ ഒരു പച്ചപ്പയറുണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ച് ലാഭത്തിന് കിട്ടത്തില്ലേ, ഈ എന്താ 3 കിലോ 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വാപ്പ തലേന്ന് 1.5 കിലോ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 കിലോയുടെ ആവശ്യമൊന്നും നോക്കില്ലല്ലോ, 1.5 കിലോ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 ദിവസം നമ്മൾ ഈ പയർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ദിവസം ഈ പയർ തന്നെയായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ പച്ചപ്പയർ, ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മെഴുക്ക് പുരട്ടി. എനിക്ക് പച്ചക്കറിയിൽ ഏറ്റവും ഇഷ്ടം ഈ അച്ചിങ്ങപ്പയറാണ് കേട്ടോ. അങ്ങനെ അത് ഞാൻ ഈ വിരലോറ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ സാഹസം കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടിയുണ്ടല്ലോ നമ്മുടെ ഈ കട്ടിങ് ബോർഡ്, അപ്പോൾ അത് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് സ്പീഡിന് എനിക്കറിയാൻ പറ്റും. പക്ഷേ കയ്യിലിങ്ങനെ ഉറയില്ലാതെ ഇരിക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കൈ മുറിയും എന്നുള്ള ഉറപ്പാണ് കേട്ടോ. കൈ മുറിഞ്ഞിരിക്കും, എൻ്റെ കൈ മുറിയും. എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും എൻ്റെ കൈ മുറിയും. ഉറയിടുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്നറിയാമോ, ഞാൻ അതെല്ലാം കൂടെ ഒക്കെ ഒന്ന് അരിഞ്ഞ് അതിൽ സവോളയൊക്കെ ഇട്ടിട്ട് എണ്ണയിലൊന്ന് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ലാസ്റ്റ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന, ഞാൻ ഈ മൊരിഞ്ഞ് വരുന്ന പരുവത്തിനാണ് കേട്ടോ എടുക്കുന്നത്. ആ മൊരിഞ്ഞ് വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കും ലേശം മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി മുളക് പൊടി ഇടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചതച്ച മുളകുണ്ടല്ലോ, നമ്മുടെ ചില്ലി ഫ്ലെക്സ്, അതാണെങ്കിൽ ഇച്ചിരി ഒന്ന് എണ്ണയ്ക്കകത്ത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ പയർ തട്ടി കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പയർ മെഴുക്കുരട്ടി റെഡിയായി. പിന്നെ കുറച്ച് മീനെടുത്തിട്ട് വറുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.